ചില ക്ലയൻസ് വന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ കുറച്ചാൽ മതി അവിടെ കുറച്ചാൽ മതി. സി ഞാനിവിടെ ഷവർമൻ്റെ ഇറച്ചി വെച്ചിട്ട് വെട്ടല്ല, ലിറ്ററലി നിങ്ങൾ ഇവിടെ കുറയ്ക്കുക അവിടെ കുറയ്ക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കാത്തതാണ് കുറേ ആൾക്കാരുടെ പ്രശ്നം. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് വെള്ളം കുടിക്കുക. അപ്പോൾ പലരും പറയും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയെടുക്കും? 30 minutes to 45 minutes. 45 minutes is really good. 1 hour is okay. കുടവയറ് കുറയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുകവലി, മദ്യപാനം, ഡ്രഗ്സ് എല്ലാം നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ഷുഗർ ഇസ് വെരി അഡിക്റ്റീവ്. നമ്മളത് ഒഴിവാക്കി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അഡിക്ഷൻ മനസ്സിലാക്കുക. ഒരു 2 ആഴ്ച ഷുഗർ ഒഴിവാക്കി വെക്കുക. എന്നിട്ട് വെറുതെ ഒരു കട്ടൻ ചായയിൽ ഒരു ½ സ്പൂൺ ഷുഗർ ഇട്ട് വെക്കുക. അതെനിക്ക് പിടിക്കാൻ പറ്റില്ല. ലൈഫ് സ്റ്റൈൽ വെൽനസ് കോച്ച് റാഹിബ് മുഹമ്മദ് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. റാഹിബിന്റെ ജേണി ഒന്ന് സംസാരിച്ചു തുടങ്ങാം നമുക്ക്. ദുബായിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നല്ലോ. പിന്നീടാണ് ഇവിടെ ലൈഫ് സ്റ്റൈൽ വെൽനസ് സെന്റർ തുടങ്ങുന്നു. അതിൽ ഒട്ടേറെ ക്ലയൻസ് ഉണ്ട്. കുറെ കൂടെ സെലിബ്രിറ്റീസ് ആയ ആളുകളാണ് പുറത്തേക്കൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്. ആക്ച്വലി കോവിഡിന് ശേഷമാണ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതും കുറെ കൂടെ ഒരു വിപുലീകരിക്കുന്നതും. ആ ഒരു ജേണി ഒന്ന് സംസാരിക്കാം. കോവിഡ് ആക്ച്വലി കോവിഡിൽ ഗതികേട് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാളാണെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമ്മൾ കോവിഡിനാണ് ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു സിറ്റിയിലേക്ക് വരുന്നത്. ഞാൻ കോഴിക്കോടാണ് ബേസ്ഡ്. ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. അപ്പോൾ വന്ന് നേരെ കാല് കുത്തി 3 മാസം കഴിയുമ്പോൾ തന്നെ കോവിഡ് വന്നു. വാട്ട് നെക്സ്റ്റ്, വാട്ട് ഷുഡ് ഐ ഡു? ഒരു ഐഡിയ ഇല്ല. അപ്പം ഓൺലൈൻ ട്രെയിനിങ് ഓൾറെഡി ചെറിയ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ പുറത്തുള്ള UK-ലും US-ലൊക്കെ ട്രെയിനേഴ്സ് ഇങ്ങനെ ഓൺലൈൻ ട്രെയിനിങ് എന്നിട്ട് കാര്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി സോഷ്യൽ മീഡിയ ഒരു മീഡിയമാണ് വേർ യു വിൽ ഗെറ്റ് ക്ലയൻസ്, ഔട്ട്സൈഡ് ഉള്ള ക്ലയൻസ്. അങ്ങനെ ആക്ച്വലി തുടങ്ങിയതാണ് നമ്മളുടെ ഭീകരം എന്നുള്ള പേജും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇനിഷ്യേറ്റീവ്. ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ് ബിക്കോസ് കോവിഡ് ഹാസ് ചേഞ്ച്ഡ് ദ വേ പീപ്പിൾ തോട്ട് അബൌട്ട് ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട്. അതായത് നമുക്ക് ഒരു ജിമ്മിൽ പോയാലേ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നും നമുക്ക് ഉള്ള എല്ലാ സാധനങ്ങളും, അന്ന് എനിക്കിപ്പോഴും ഓർമ്മ, നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് വരെ ഞാൻ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ട്, ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ട് അതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ യൂസ് ടു ഡു ഇറ്റ്. ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ആ ടൈപ്പ് ഓഫ്. ബിക്കോസ് ആൻഡ് കോവിഡിനെ സംബന്ധിച്ച് നമ്മുടെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉള്ള ചെയറും പിന്നെ ബെഡും ഒക്കെ വെച്ചിട്ട് എങ്ങനെ വർക്കൗട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ കോവിഡിനെ കൊണ്ട് എനിക്ക് ഉണ്ടായ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഏതൊരു സിറ്റുവേഷനിലും ഒരു ക്ലയന്റിനെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ സിറ്റുവേഷൻ വെക്കേഷന് പോയാൽ പോലും അവർക്ക് എന്നോട് പറയാൻ പറ്റില്ല ഞാൻ വെക്കേഷനില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഡംബലില്ല, കാര്യങ്ങൾ. അപ്പൊ അന്നാണ് ഞാൻ കാലിസ്തനിക്സ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി പഠിക്കുന്നത്. ദാറ്റ് ഇസ് ബോഡി വെയിറ്റ് വെച്ചിട്ട് നമ്മളുടെ ഒരാളുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അങ്ങനെയും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ എക്സ്ക്യൂസസ് ഇല്ല. ബിക്കോസ് യു വോണ്ട് ടു വർക്ക് ഔട്ട് ഒരു 6 feet to by 3 feet ഒരു സ്പേസ് മതി ഫോർ യു ടു വർക്ക് ഔട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പേസിൽ 2 ആൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അതിനൊരു ഡംബൽ വേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അത് റാഹിബിന്റെ ഒരു ഫിസിക്കൽ ജേർണി കൂടെ ഒന്ന് സംസാരിക്കാം. അതായത് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് ഉള്ളതിൽ നിന്ന് ഈ ട്രെയിനറായി മാറുന്ന അല്ലെങ്കിൽ കോച്ചായി മാറുന്ന സമയത്തേക്ക് സ്വന്തമായി ബോഡി എങ്ങനെയാണ് പരുവപ്പെടുത്തിയെടുത്തത് എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത എല്ലാ മിസ്റ്റേക്സിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ബിക്കോസ് ഞാൻ ആദ്യം ഞാൻ ഒബീസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. 20-23 വയസ്സിൽ ഒബീസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോകുന്ന സമയത്ത് ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ്. നമുക്ക് ജിംസിൽ പോകുമ്പം ഞാൻ ആദ്യമൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഇറ്റ് വാസ് വെരി സ്കേറി ഫോർ മീ. നമ്മളൊരു ജിമ്മിൽ ഇപ്പം ഏത് ജിമ്മിൽ നമ്മൾ പോകുന്ന സമയത്തും കുറേ മസിലുള്ള ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ബിക്കോസ് ഞാനിങ്ങനെ തടിച്ച് നിൽക്കുന്ന ഒരാൾ, ഞാൻ ജിമ്മിൽ പോയിട്ട് അങ്ങനെ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇവരെ പോലെ ആവില്ല എന്നുള്ള തോപ്പസിൽ നമ്മൾ ജിമ്മിൽ തന്നെ പോകുന്നത്. അവിടുന്ന് ഇതേപോലെ ആക്ച്വലി പറഞ്ഞ എൻ്റെ ഫ്രണ്ട് കളിയാക്കിയ ആ കളിയാക്കലിലാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് 6 pack ആക്കി ഞാൻ കാണിച്ചത് 6 മാസം കൊണ്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തത്. പക്ഷെ ആ ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡ് ആയിരുന്നു ഫോളോ ചെയ്തത്. അതായത് ഫസ്റ്റ് ഒരു 10-15 ദിവസം കൊണ്ട് 10-12 കിലോ കുറയ്ക്കുക, ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്. അപ്പം ഒരു തടിയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കാലങ്ങളായി ചെറുപ്പം മുതലേ തടിയൻ എന്ന പേരുള്ള ഒരാൾക്ക്
തടി കുറയ്ക്കുന്നതാണ് അൾട്ടിമേറ്റ് എയിം. ആ സമയത്ത് നമ്മൾ വേറെ ഒന്നും കേൾക്കൂല. വേറെ ആര് നമ്മളെ ഉപദേശിച്ചാലും, ഇവൻ ഞാൻ പറയില്ല, എന്റെ സ്വന്തം ഉമ്മ വരെ ഉപദേശിച്ചപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. അത് ലക്ഷ്യം എന്നുള്ളത് തടി കുറയ്ക്കാന്നുള്ള. അപ്പം നമ്മളെ തടി കുറയ്ക്കാൻ ഒരാൾ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ദൈവമാണ്, അല്ലെ? ആഗ്രഹം നടക്കണം. നമ്മളെ എത്രയോ കൊല്ലം നമ്മൾ ചെറുപ്പം മുതലേ തടിയാന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മളെ ഗോളിയേക്ക് നിർത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ തടി ഒരാൾ കുറച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ഡൺ. അങ്ങനെ ചെയ്ത് ഞാൻ ഫുൾ നല്ല രീതിയിൽ തടി കുറച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത് 6 പാക്ക് ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത്, അപ്പം ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു റെസ്പെക്ട് കിട്ടി തുടങ്ങി. ബോഡി ഉണ്ടാക്കി അങ്ങനെ. പിന്നീട് ആ ഉണ്ടാക്കിയ ശരീരമായി എൻ്റെ ഐഡന്റിറ്റി. അത് പോയാൽ എനിക്ക് ഈ കിട്ടിയ റെസ്പെക്റ്റും കാര്യങ്ങളും അതിനുവേണ്ടി അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ബിക്കോസ് ആ സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡോ കാര്യങ്ങൾ, ഇപ്പം ചോറ് കഴിക്കാൻ പാടില്ല, ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ ജോലിക്ക് പോയി. 1 year നമ്മൾ ജോലി ചെയ്യും, ഓട്ടോമാറ്റിക്കലി വി ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ഇത് നമ്മളെ ഫുഡും കാര്യങ്ങളും. കിട്ടുന്നത് കഴിക്കുക, വേഗം പണിയെടുക്കുക എന്നുള്ള. ആ 1 year കൊണ്ട് ഐ റീഗെയിൻ ബാക്ക് എവറിത്തിങ് ഐ ലോസ്റ്റ്. ഒരു 26 കിലോ അതേപോലെ തന്നെ കൂടി. അപ്പൊ എനിക്ക് എന്തോ ഒരു സംശയം വന്നില്ല, ഞാൻ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലെറ്റ് മീ ലേൺ. ഞാൻ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരുടെയും പ്രശ്നം അവിടെയാണ്. എല്ലാവരും ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്യും. ബിഫോർ ആഫ്റ്റർ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദി ആഫ്റ്റർ, അതായത് ബിഫോർ ആഫ്റ്റർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണോ, അതോ നിങ്ങളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണോ? ഞാൻ എപ്പോഴും പറയും, നമ്മള് ക്ലയൻസ് വരുമ്പോൾ ചില ക്ലയൻസ് വന്ന് പറയും നമ്മുടെ അടുത്ത് ഇങ്ങനെ, ഇവിടെ കുറച്ചാൽ മതി, അവിടെ കുറച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഷവർമന്റെ ഇറച്ചി വെച്ചിട്ട് വെട്ടല്ല, ലിറ്ററലി നിങ്ങൾ ഇവിടെ കുറയ്ക്കാം, അവിടെ കുറയ്ക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കി കൊടുക്കാത്തതാണ് കുറെ ആൾക്കാരുടെ പ്രശ്നം. അറിയില്ല. ഒരു 90% ആൾക്കാരും ജിമ്മിൽ ആദ്യമായി പോകുന്നവർക്ക് അറിയില്ല. അപ്പൊ അവരെ പറ്റിക്കപ്പെടുകയാണ് അവർ ചെയ്യുന്നത് അവിടെ. അതെ, ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആണ്, അതല്ലെങ്കിൽ അൺഫിറ്റ് ആണ്, എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്, ഇത് ഏത് ഗ്രാഫ് വെച്ചിട്ടാണ് ഒരാൾ വ്യക്തിഗതമായി ഇത് മനസ്സിലാക്കുക എന്നുള്ളത്? ഇപ്പം അഫ്സൽ അല്ലെങ്കിൽ ഞാൻ നാളെ എനിക്ക് നമ്മളൊരു ടൂറ് പോവാണ്, ഒരു സാധാരണക്കാരന്റെ ടേംസ് പറയുന്നത്, നമ്മൾ നാളെ ഒരു ടൂറ് പോവാണ്. അവിടെ ഒരു മല കയറാനുണ്ട്, നമ്മളെല്ലാരും കൂടി അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ട്. ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം അസസ് ചെയ്യുക. അല്ലാതെ നമ്മളെ കയ്യിലുള്ള നമ്മളെ ബോഡിയിൽ 16 ഇഞ്ചിന്റെ മസിൽ ഇല്ല, എനിക്ക് 6 പാക്ക് ഇല്ല എന്നല്ല. നാളെ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകണം, എനിക്ക് 1 മണിക്കൂർ കംപ്ലീറ്റ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുക, അപ്പൊ എൻ്റെ ഫിറ്റ്നസ്സിന് എന്താണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലെ ഗോൾ, അത് ഞാൻ ചെയ്യാൻ എൻ്റെ ശരീരം പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഫിറ്റല്ല. അല്ലാതെ എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ മാറ്റ ശരീരം വേണം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആത്ലീറ്റ് ആവണം എന്നല്ല. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മളെ ബോഡിക്ക് ഇല്ലെങ്കിൽ ദെൻ യു ഷുഡ് വർക്ക് ഓൺ യുവർ ഫിറ്റ്നസ്. ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫറൂഖിലുള്ള നസീഫ് എന്നായിരുന്നിട്ട് പേര്. എനിക്കിപ്പോഴും ഉണ്ട്. അവൻ സൈക്കിൾ ഓടിച്ച് ഊട്ടി വരെ പോയി തിരിച്ചു വന്നൊക്കെ ഉള്ളൊരു കഥ ഞാൻ കേട്ടിട്ട് ഞാൻ തള്ളിയത് ചെയ്യും. നോ, കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഈ പൊണ്ണത്തടീനോ എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വരിക. പക്ഷെ ഹീസ് സോ ഫിറ്റ്. അത് അവന്റെ ബോഡി ഫാറ്റിലോ അവന്റെ സൈസിലോ എല്ലാം മാറ്റർ ചെയ്യുന്നത്. ഫിറ്റ് ആണ് എന്നുള്ളതല്ലേ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഹൗ കെൻ യു സേ ദാറ്റ്? ഇപ്പൊ അഫ്സലിനെ നോക്കിയിട്ട് ഞാൻ എങ്ങനെ പറയും അഫ്സൽ ഫിറ്റില്ലാണ്? ബിക്കോസ് നമ്മളെ ഹോൾ മെന്റാലിറ്റി, സോഷ്യൽ മീഡിയ ആയാലും ഏതൊരു മീഡിയ ആയാലും നമ്മളെ മെന്റാലിറ്റി ഭയങ്കര കീനാണ്. അവൻ ഇഫ് ഹി ലുക്സ് ഫിറ്റ്, വിസിബിലിറ്റിയിലാണ് ഫിറ്റ്നസ് ജഡ്ജ് ചെയ്യുന്നത്. ആണോ വിസിബിലിറ്റിയിൽ? ഞാൻ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആയി എന്ന് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 6 പാക്ക് ഒക്കെ ഉള്ള സമയത്തായിരുന്നു ഞാൻ ഏറ്റവും അൺഹെൽത്തി ആയിരുന്നു. വൈ? ബിക്കോസ് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഫുഡിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, റിക്കവറി ശ്രദ്ധിച്ചിട്ടില്ല. യു കനോട്ട് ജഡ്ജ് എ പേഴ്സൺസ് അത് വിചാരിച്ചിട്ട് ഫിറ്റായ ബോഡിയുള്ള ആള് ഫിറ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം നോക്കുന്ന ഒരാൾ, അതായത് നിങ്ങളുടെ സ്ലീപ്പ്, അതേമാതിരി നിങ്ങൾ പ്രോപ്പർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ, ഡെയിലി മൂവ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. മലയാളികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ റൂട്ടീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഫിസിക്കൽ റൂട്ടീൻ ഇപ്പം ഞാൻ കോഴിക്കോട് നിന്നാണ്. നമ്മള് ഫുഡിന്റെ ആൾക്കാരാണ്. നമ്മൾ പറയും ബിരിയാണി ഇസ് ഇൻ മൈ ബ്ലഡ് എന്ന് നമ്മൾ പറയും. നമ്മൾ ചെറുപ്പം മുതൽ അതാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് ഇല്ലാണ്ട് പറ്റില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് ഈ ചോദ്യം വളരെ കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ്
നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിറ്റ്നസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അല്ല, നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഇപ്പം നമ്മൾ എണ്ണക്കടികൾ, ഇപ്പം നമ്മളെ ഇപ്പം മാഹി മലബാർ ആ റീജിയനിലേക്ക് പോകുമ്പം ഒരു ഈവനിങ്ങില് വൈകുന്നേരത്തെ ചായക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിൾ നിറയ്ക്കുമുണ്ട് നമ്മള്, അല്ലെ? അത് പ്രശ്നം എന്നല്ല പറയണത്, പക്ഷെ അത് നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം. നമുക്കറിയാം ഓക്കെ ഇന്ന്, പക്ഷെ നമ്മൾ ഒരു 20-25 വയസ്സിന്റെ താഴെയുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്നത് പോലെ നമുക്ക് 30-35-40 അബോവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ബോഡിനെ എഫക്ട് ചെയ്യും. നമ്മൾ മനസ്സിലാക്കില്ല. പണ്ട് എൻ്റെ ബോഡിക്ക് ഇതൊക്കെ തിന്നാൻ പറ്റുമായിരുന്നു, ഇപ്പൊ പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം ബിക്കോസ് അബവ് 30 വരുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള മസിലിന്റെ റിട്ടൻഷൻ കുറയും. നമ്മളെ ബോഡി പണിയെടുത്തോണ്ടിരിക്കാനുള്ള കഴിഞ്ഞ 30 വർഷമായിട്ട് ഡെയിലി ലൈഫ് സ്റ്റൈലിൽ അവർ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങുക, നടക്കുക, മൂവ് ചെയ്യുക, ഒന്നുമില്ല. അത് ഫോക്കസ് ചെയ്ത് തുടങ്ങുക. ആദ്യം ശരീരം അനങ്ങാൻ തുടങ്ങുക. ഇപ്പൊ കോഴിക്കോടൊക്കെ ബീച്ചിൽ രാവിലെ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ രാത്രി 3 മണി 4 മണി വരെ അവിടെ ഫുൾ ഒച്ചയും ബഹളവും കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് 5-5:30 ആകുമ്പോൾ ഒരു ക്രൗഡ് വരും. ഫുള്ള് ക്രൗഡ് ആയിരിക്കും, നിറച്ചു നടക്കാൻ ആൾക്കാരുണ്ടാവും. ഫിറ്റ്നസ് ആൾക്കാർ നോക്കുന്നുണ്ട്. കോവിഡിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലായി ഹെൽത്ത് ഇസ് വെൽത്ത്. അത് ശരിക്കും ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ള ആ ഒരു സെന്റൻസ് എല്ലാവരും അങ്ങോട്ട് പഠിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഫിറ്റ് ആവണം എന്നല്ലെങ്കിൽ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. കാരണം ഞാൻ ജിമ്മിൽ പോകണം, പേഴ്സണൽ ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ ഇതിന് സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരാൾ അയാളുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒപ്പം ഫിസിക്കലി സെറ്റ് ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ മൊമെന്റ് അയാൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. ആ മൊമെന്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒറ്റ കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ എനി പ്രോഗ്രാം, എന്ത് രീതിയിലുള്ള ഒരു പ്രോഗ്രാമോ പ്ലാനിലോ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് തന്ന ഇപ്പം ഈ ഒരു ന്യൂട്രീഷനിസ്റ്റ്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ജിം ട്രെയിനറെ കാണും, ട്രെയിനർ ഒരു ന്യൂട്രീഷൻ പ്ലാൻ തരും. ആദ്യം എന്ത് പ്ലാൻ കിട്ടിയാലും ആദ്യം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞാൻ എത്ര കാലം ചെയ്യും. അടുത്ത 3 മാസം ചെയ്ത് 10 കിലോ കുറയ്ക്കാൻ വേണ്ടി ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്നൊരു പോയിന്റാണ്, ഫസ്റ്റ് 10 കിലോ കുറച്ചിട്ട് പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. പറ്റുമായിരിക്കാം, എല്ലാവർക്കും അത് പറ്റില്ല. ആ ഫസ്റ്റ് നമ്മൾ ആ പ്ലാൻ, എന്ത് പ്ലാനിലേക്ക് പോകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഞാൻ എത്ര കാലം ചെയ്യും, ഇതെൻ്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായി ഫിറ്റ്നസ് വരണം. ഇപ്പൊ നമ്മളിവിടെ ക്ലയൻസ് വരുന്നവരത്ത് ആദ്യം ഒരു ലൈഫ് സ്റ്റൈൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാവും. ബിക്കോസ് ഒരാൾ രാവിലെ 10 മണി 11 മണിക്കാണ് എണീക്കാറെന്ന് വിചാരിച്ചോ, അവിടെ ഞാൻ നാളെ പറയാണ് ഇല്ല ഡിസിപ്ലിൻ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് എണീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാത്രിത്തെ ഉറക്കം മൊത്തം കൊള്ളായിട്ടുണ്ടാവും. ചിലപ്പോൾ ഹി മൈറ്റ് ബി വർക്കിംഗ് ലേറ്റ് നൈറ്റ്, ചിലപ്പോൾ ഷൂട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ വേറെ പല ക്യാമറ വർക്കും പരിപാടികൾ. അയാൾ 1 മണി 2 മണിക്ക് ഉറങ്ങുന്ന ഒരാളോട് ഞാൻ 6 മണിക്ക് എണീച്ച് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരും ഉത്തരം പറയാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പൊ കറന്റ് പോകുന്ന ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാൻ ആദ്യം വെള്ളം കുടിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. 1/4 ആൾക്കാരുടെ പ്രശ്നവും വെള്ളം കറക്റ്റ് കുടിക്കുന്നില്ല. ആലോചിക്കും, ഇപ്പൊ അഫ്സലിന്റെ ഇവിടെ 2 മണിക്കൂറെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ? ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ബിക്കോസ് നമ്മളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഉള്ള ന്യൂട്രീഷൻ കയറുന്നുണ്ടോ, നമ്മൾ കഴിക്കുന്നുണ്ടോ, സമയത്തിന് കഴിക്കുന്നുണ്ടോ. നമ്മൾ വർക്കിൽ പോകുമ്പോൾ നമ്മൾ ഫുഡിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുകയില്ല. പിന്നെ ലാസ്റ്റ് എപ്പോഴും ഭക്ഷണം കഴിച്ചത് ചോദിക്കാനൊന്നും തോന്നരുത്. ഉച്ചക്ക് എത്ര മണിക്ക്? എന്തായാലും 12 മണിക്ക് മുമ്പാണ്. 12 മണിക്ക് മുമ്പാണ്. ഇപ്പൊ സമയം 4 മണിക്കൂർ കഴിഞ്ഞ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ വർക്കിന്റെ ഇതിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ലൈഫിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെയാവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പറയും പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒരു ജിമ്മിൽ വന്നിട്ട് 1 2 3 എണ്ണ നല്ല പേഴ്സണൽ ട്രെയിനർ. അതെ. ഇപ്പൊ ആളുകളെ സംബന്ധിച്ച് വെയിറ്റ് ലോസ് അതല്ലെങ്കിൽ ഫാറ്റ് ലോസ് എന്ന നിലക്ക് ചില ആശങ്കകൾ ഉണ്ടാവും. ഇതേ സമയത്ത് തന്നെ കാർഡിയോ എന്ന നിലക്കും റെസിസ്റ്റന്റ് ട്രെയിനിങ് നിലക്കും ആളുകൾ 2 ഓപ്ഷൻ ഉണ്ടല്ലോ.
അപ്പൊ ആളുകൾ ഒരു നിലക്ക് ഒരു ഡിബേറ്റബിൾ സ്പേസ് കൂടെയാണ് അത് കാർഡിയോ മതി, എനിക്ക് ഈ പറയുന്ന എക്യുപ്മെന്റ്സും മെഷീൻസും ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ ജിമ്മുകളുടെ ഒക്കെ പരസ്യത്തിൽ തന്നെ കാണാം, നിങ്ങൾക്ക് 6 മാസം കൊണ്ട് തടി കുറക്കാൻ അല്ലെങ്കിൽ 3 മാസം കൊണ്ട് വയറ് കുറക്കാൻ എന്ന നിലക്കുള്ളത്. അപ്പോൾ ആളുകൾ ഇതിൽ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് കാർഡിയോ ആണോ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും വേണ്ട നമുക്ക്. ഉപ്പയാണോ ഉമ്മയാണോ ചോദിച്ചാൽ എന്താ പറയാ, രണ്ടും വേണ്ട. അതേപോലെ തന്നെയാണ് കാർഡിയോന്റെ കേസിൽ പറയുകയാണെങ്കിൽ. ബിക്കോസ് നമ്മളെ ബോഡി ഇപ്പൊ കാർഡിയോ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം ഹൈ ട്രെഡ്മില്ലിൽ ഓടുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കാർഡിയോ ചെയ്യുന്നത്, നമ്മൾ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ ബോഡി ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കാർഡിയോ എന്തായാലും വേണ്ടേ, നമ്മുടെ ബേസിക്. അപ്പൊ നിങ്ങൾ ഫുട്ബോളിൽ നിങ്ങൾ നല്ലൊരു കിക്ക് എടുക്കുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങൾക്ക് കാലിന് സ്ട്രെങ്ത് വേണ്ടേ, വെയിറ്റ് വേണം. അല്ലേ, ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്ക്. നിങ്ങളെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ യോഗ ചെയ്യുന്ന ഒരാള്, അയാൾക്ക് ചിലപ്പം ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ് അത്ര ഹെവി, ഇപ്പൊ ഞാനൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു പവർ ലിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചിലപ്പോൾ യോഗന്റെ ട്രെയിനറിന് ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ഒരാൾക്കാർ ആവശ്യം ഉണ്ടാവില്ല. ബിക്കോസ് അവരെ പർപ്പസ് എന്ന് പറയുന്നത് ശരീരത്തിന് ആ മൊബിലിറ്റി മൂവ്മെന്റും നല്ല സമാധാന ഫ്ലോയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നേരെ മറിച്ച് പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് സുമോ റെസ്ലിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഇതേമാതിരി ഇത്രയും മൊബിലിറ്റിന്റെ ആവശ്യമില്ല. നമ്മുടെ പർപ്പസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുക. അല്ല നിങ്ങൾക്ക് തടി കുറയ്ക്കാനാണെങ്കിൽ, വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരൊറ്റ മെന്റാലിറ്റി ആണെങ്കിൽ ഞാൻ വളരെ ഓപ്പൺലി പറയാണ്, നിങ്ങൾ കാർഡിയോ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് കുറയും. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ മസിൽ ഇൻക്ലൂഡഡ് ആണ്, നിങ്ങളുടെ വാട്ടർ ലോസ് ഇൻക്ലൂഡഡ് ആണ്, നിങ്ങളുടെ ഫാറ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു നമ്മൾ വെയിങ് സ്കെയിൽ ഒരു 80 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഒരു 70 കിലോയിലേക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും കാർഡിയോ മാത്രം ചെയ്തിട്ട്. നേരെ മറിച്ച് ഒരു 80 കിലോ ഉള്ള ആൾ ചിലപ്പോൾ കാർഡിയോയും സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ 75 കിലോ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക ഇയാളുടെ 10 കിലോ അല്ലെങ്കിൽ 8 കിലോ മറ്റേ ഫാറ്റ് ലോസ് വന്ന് 3 കിലോ ചിലപ്പം മറ്റേ മസിൽ കയറിയിട്ടുണ്ടാവും. മെഷർമെന്റിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ 75 കിലോ ഉള്ള ആൾ കുറച്ചും കൂടിയും ലീനായിരിക്കും. ബിക്കോസ് ഒരു ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം 1 കിലോ ഫാറ്റിന് വലിയൊരു സ്പേസ് എടുക്കുമെങ്കിൽ മസിലിന് അത്ര കുറച്ച് സ്പേസ് എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ആയി വരുമ്പോഴാണ് വെയിറ്റ് കുറയുന്നുണ്ട്. നമ്മൾ വെയിറ്റ് കുറയുന്നത് ഗുഡാണ്, ഞാൻ എല്ലാം പറയില്ല. അത് ഓരോ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ആ നമ്പർ ഭയങ്കര, ബിക്കോസ് ഞാൻ ആ നമ്പറിന്റെ ഭയങ്കര ഒരു അഡിക്റ്റ് ആയിരുന്നു. ഞാൻ മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കിയിരുന്നു. കാർഡിയോ ഒരു 8 കിലോമീറ്റർ ഓടിയിരുന്നു രാവിലെ. ഞാൻ ഫസ്റ്റ് തടി പറയുന്നത് 8 കിലോമീറ്റർ ഓടിയതിനു ശേഷം ഒന്നുകൂടി വെയിറ്റ് നോക്കും. പിന്നെ വീട്ടിൽ പോയി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു വന്നിട്ട് പിന്നെ വെയിറ്റ് നോക്കും. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ജിമ്മ് വരെ പോയിട്ട് എന്താണ് ആ വെയിങ് മെഷീൻ തന്നെ നോക്കണം. ബിക്കോസ് വേറെ വെയിങ് മെഷീനിൽ നോക്കിയാൽ ചിലപ്പോൾ കൂടിപ്പോയാലും ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയണ്ട, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ കൺസേൺ ക്ലയൻസ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതിന്റെ കാരണം ബിക്കോസ് എല്ലാ മണ്ടത്തരങ്ങളും എന്റെ ശരീരത്തിൽ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കും. അപ്പൊ കിടക്കുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കുമ്പം അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കുമ്പം എങ്ങാനും കുറഞ്ഞിട്ടില്ലെങ്കിൽ ടെൻഷനാണ്. അപ്പൊ അന്ന് രാത്രി എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കാതിരുന്നാൽ ചിലപ്പോൾ നാളെ രാവിലെ മുതൽ വെയിറ്റ് ഒന്നുകൂടി പറഞ്ഞാലോ. ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇസ് ഇറ്റ് ഹെൽത്തി? നോ. അതായത് ഈ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ഇന്ത്യൻ ജിം കൾച്ചറിലുള്ള ഒരു പ്രയോഗമാണ് ഇപ്പൊ ഈ പെയിൻ ഈസ് ഗെയിൻ എന്നുള്ളത്. ആളുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായി നമുക്ക് റിട്ടേൺ കിട്ടും എന്ന് പറയുന്നതിന് ഒരു സമാനവൽക്കരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് നമ്മൾ അത്രയും റിസ്ക് എടുക്കണം, അപ്പൊ അത്രയും നമുക്ക് ഇതിന് എഫേർട്ട് അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത്. പക്ഷെ അതൊരു തരം നമ്മുടെ ബോഡിയെ കൊണ്ട് ഇടുന്ന ഒരു സിറ്റുവേഷൻ കൂടെ അവിടെ വരുന്നില്ലേ? നോ പെയിൻ നോ ഗെയിൻ. അതായത് നിങ്ങൾക്ക് പെയിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻസ് കിട്ടില്ല. അതെ, അതാണ് പറയുന്നത്. വാട്ട് ആർ യു ഗെറ്റിംഗ് ഫ്രം ദാറ്റ്? അതാണ് അല്ലെ, നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് ഈ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ. നിങ്ങൾ ബോഡിയിൽ സോർനെസ് വരും, ലൈക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ബോഡിക്ക് നോർമൽ സോർനെസ്. അല്ലാതെ നമ്മുടെ എക്സ്റ്റെൻഡിൽ പുഷ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലയൻസ് ഇങ്ങനെ ബോധമില്ലാതെ അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുന്നത് ഒരു വലിയൊരു ക്രെഡിറ്റ് പോലെ കാണിക്കുന്ന ഫെസിലിറ്റീസും ട്രെയിനേഴ്സും. വാട്ട് ഡിഡ് യു അച്ചീവ് ഫ്രം ദാറ്റ്? എന്റെ ചോദ്യം തന്നെ. നിങ്ങൾ എന്താണ് അച്ചീവ്മെന്റ് ആയിട്ട് കാണിക്കുന്നത്? നിങ്ങൾ ക്ലയൻസിനെ സൈഡാക്കി കാണിക്കാനാണ്? അതിപ്പം ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരു 1/2 മണിക്കൂർ കൊടുക്കുന്നിട്ട് പറയും ഒരു 300 ബേപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറഞ്ഞു കുത്തി ചാവണ കാണാം നമുക്ക്. സോ നിങ്ങൾക്ക് പെയിൻ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിൻ കിട്ടണം എന്നൊരു നിർബന്ധമില്ല.
അതൊക്കെ പഴയ അതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഓവർ ട്രെയിനിങ് സിൻഡ്രോം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണല്ലോ. കാരണം ആളുകൾ എങ്ങനെങ്കിലും എൻ്റെ റിസൾട്ടിലേക്ക് എത്തുക, എൻ്റെ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്ന നിലക്ക് ഒരു ലിമിറ്റഡ് സ്പേസിന് അപ്പുറത്തേക്ക് ട്രെയിനിങ് ചെയ്യുന്നത് അത് എത്രത്തോളം അപകടമുള്ള കാര്യമാണ്? അതിന്റെ ഒരു മെയിൻ ഫാക്ടർ ഞാൻ പറയുന്നത്. അപ്പം എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ഡിസിപ്ലിൻ വേണം. ഇറ്റ്സ് എ വെരി ഹെക്ടിക് ഒരു സ്പോർട്ടാണ്. ഒരു സ്പോർട്ടാണത്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്പോർട്ടാണ്. ആ സ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർ ട്രെയിനിങ് അല്ല, അവരുടെ ന്യൂട്രീഷനും പാക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് രാവിലെ ഇത്ര മണിക്കൂർ കാർഡിയോ ചെയ്യേണ്ടി വരും, വൈകുന്നേരം ഇത്ര മണിക്കൂർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ജിംസിലേക്കും ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഈ കട്ടിങ് ഫേസ്, ബൾക്കിംഗ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമിലിടാണ്. നേരെ മറിച്ച് ആ ക്ലയന്റിന്റെ കറണ്ട് കണ്ടീഷൻ അറിയോ, ആ ക്ലയന്റിന് എത്ര ഇഞ്ചുറി ഉണ്ടെന്ന് അറിയോ, പ്രീവിയസ് ഇഞ്ചുറീസിനെ കുറിച്ച് പഠിച്ചോ, ഇതൊന്നും മനസ്സിലാക്കാതെ നേരെ കൊണ്ടുപോയിട്ട് മാട് പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അവിടെയാണ് ഈ ഓവർ ട്രെയിനിങ്. ഓവർ ട്രെയിനിങ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ. ഇപ്പം ഒരു ഹൈ എൻഡ് ആത്ലീറ്റിനൊക്കെ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. വർക്കൗട്ട് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നേരെ മറിച്ച് പുതുതായി വരുന്ന ഒരാൾക്ക്, ഒരു ബിഗിനറിനെ കൊണ്ടുപോയിട്ട് ഈ 10 ആള് മരിച്ചു പണിയെടുക്കുന്നത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? യൂഷ്വലി ഗ്രൂപ്പ് ട്രെയിനിങ് കൊണ്ട് അതാണ് സംഭവിക്കുന്നത്. ആ മാറ്റം മനസ്സിലാക്കണം എന്നുള്ളതല്ലേ? മാറ്റം മനസ്സിലാക്കണം. ബിക്കോസ് ഗ്രൂപ്പ് ട്രെയിനിങ് കണ്ടിട്ട് 9 ആൾ അടിപൊളിയായിട്ട് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. 10ാമത്തവന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈഗോ അടിക്കും. ആ പോയിട്ട് എന്നാ പിന്നെ ഞാനും കൂടി ചെയ്യാൻ വേണ്ടി ചെയ്യും, കിടക്കണം അവിടെ. റിസൾട്ട് വേറെ ഒന്നായിരിക്കും എന്നുള്ളത്. റിസൾട്ട് വേറെ ഒന്നായിരിക്കും. അപ്പൊ പെയിൻ കിട്ടും, ഗെയിൻ കിട്ടും. ആളുകൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതിയ ഒരു കാര്യം എന്നുള്ളത്, ഓരോരുത്തർക്കും ഒരു പർപ്പസ് ഉണ്ടാവില്ല. കാരണം ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും, ചിലർക്ക് ബോഡി ബിൽഡിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ നോർമലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിലക്ക്. അപ്പോൾ അത് ആളുകൾ കുറെ കൂടെ ഒരു വ്യക്തമായി മനസ്സിലാക്കാൻ അനിവാര്യ ഒരു കാര്യം തന്നെയല്ലേ? ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നാണ്. അപ്പൊ മിക്ക ആൾക്കാരുടെയും പേർപ്പസ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ ബെല്ലിയിലെ ഫാറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ അവിടെ ഒരു ഫാറ്റ് ഉണ്ട് അത് കുറയ്ക്കുക. ചില ആൾക്കാർക്ക് എൻ്റെ സ്കിന്നി ബോഡിയാണ്, അവർ ഒന്ന് വെയിറ്റ് കൂട്ടണം. ഈ പേർപ്പസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലും സമയം എടുക്കൂല. മിക്ക ജിംസിലും മറ്റേ ഷവർ പീടിയിൽ ഇറച്ചി കിട്ടുന്ന ഫുള്ള് വെട്ടിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഒരു ഫ്രെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ 3 മാസം 6 മാസം കൊണ്ട് പ്രോഗ്രാമിലിടുക, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക, വിറ്റ് ക്യാഷ് ആക്കുക. പിന്നെ അവന്റെ ഫ്രണ്ട്സും മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആക്കുക, അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാ. പിന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ എഫക്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കഴിഞ്ഞിട്ട് ആഫ്റ്റർ എന്താണ്? ആഫ്റ്റർ ആള് വീണ്ടും അതേപോലെ തന്നെ ഞാൻ പണ്ട് എപ്പോഴും പറയുന്ന മിക്ക ഇന്റർവ്യൂസും പറയുന്ന ഒരു കാര്യമാണ്, യു വിൽ ഗെറ്റ് സ്റ്റക്ക് ഇൻ എ ലൂപ്പ്. ആഫ്റ്റർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും ഒന്ന് തടിക്കുകയോ കാര്യങ്ങളോ ചെയ്താൽ ഓട്ടോമാറ്റിക് ഞാൻ ആ ട്രെയിനർ കൂടെ ആയിരുന്ന സമയത്ത് ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ട്രെയിനർ എടുത്ത് പോകും, ഇതേ പ്രോഗ്രാം ജോയിൻ ചെയ്യും, കുറയും. അല്ല, എല്ലാ 6 മാസം കൂടുമ്പോൾ ട്രെയിനറിന് നല്ല ക്യാഷ് കിട്ടും. അതായത് ആളുകൾ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പരസ്യവാചകങ്ങളാണ് 3 മാസം കൊണ്ട് വയറ് കുറക്കാം, അതല്ലെങ്കിൽ 6 മാസം കൊണ്ട് തടി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞ പോലത്തെ പരസ്യത്തിന് വേണ്ടിയുള്ള മെറ്റീരിയൽ എന്നതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഒരു വയറ് കുറക്കണം അല്ലെങ്കിൽ തടി കുറക്കണം എന്നാണെങ്കിൽ അയാളുടെ ഒരു പ്രിക്കോഷൻസ് എങ്ങനെയാണ്, അയാൾക്ക് എത്ര കാലാവധി ഇതിന് വേണ്ടി വരും എന്നുള്ളത്? ഈച്ച് പേഴ്സണും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു PCOS ഉള്ള ഒരു ഫീമെയിൽ ക്ലയന്റ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ ബോഡിക്ക് വേണ്ട ഒരു റുട്ടീൻ ഫോളോ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു 40 above ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ 20 വയസ്സുള്ള ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളുടെ വർക്കൗട്ട് കൊടുത്തിട്ട് കാര്യമില്ല. സെയിം റിസൾട്ട്സ് അല്ല വരിക, സെയിം സ്പീഡിലല്ല റിസൾട്ട് വരിക. പക്ഷെ നേരെ മറിച്ച് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അൾട്ടിമേറ്റ്ലി നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ ചില ആൾക്കാർക്ക് ഹോർമോണൽ ഇംബാലൻസ് കാരണം ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളുടെ മുകേഷ് അംബാനിയുടെ മകന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹീസ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. സൊല്യൂഷന് വേണ്ടി എത്ര പണം വേണമെങ്കിലും സൊല്യൂഷന് വേണ്ടി എത്ര പണം വേണമെങ്കിലും കയ്യിലുള്ള ഒരാളാണ്. ലോകത്തെ എന്ത് സംവിധാനം വേണമെങ്കിലും ഉപയോഗിക്കാം, ലോകത്തിൽ എന്ത് സംവിധാനം വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല, പക്ഷെ ഐ ഹേർഡ് ഈ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ലൈക്ക് ദാറ്റ്.
പക്ഷെ ആലോചിച്ചോക്ക് അത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് പോലും ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യു കാൻ ബൈ ഇറ്റ്, യു ക്യാൻ നെവർ ബൈ ഇറ്റ്, യു ഹാവ് ടു ഏൺ ഇറ്റ്. ആൻഡ് ഇറ്റ്സ് അത് വലിയൊരു ഫാക്ടറാണ്. അത് ആൾക്കാർ മനസ്സിലാവും. നിങ്ങൾക്ക് 1000 രൂപക്കും മെലിയാൻ പറ്റും, അല്ലെങ്കിൽ 5 പൈസ ചെലവാക്കാതെ നിങ്ങൾ മെലിയാൻ പറ്റും. 10,000 ചെലവാക്കാം, 1 ലക്ഷം ചെലവാക്കാം, 10 ലക്ഷം ചെലവാക്കാം. പക്ഷേ യു ഹാവ് ടു ഏൺ ഇറ്റ്. ബിക്കോസ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്താലേ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് റെഡി ആവുള്ളൂ. അതിന് എത്ര കാശ് കയ്യിലുണ്ട് തന്നിട്ട് ഒരു കാര്യമില്ല, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളടുത്ത് ഞാൻ ഇത്ര കാശ് തരാൻ റെഡിയാണ്, ഓക്കെ, പക്ഷെ കാശ് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം മറ്റേ ലിപ്പോ സെക്ഷനും അതും ഇതും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വാട്ട്സ്, ആർ യു ഹെൽത്തി? യു വിൽ ലുക്ക് ഹെൽത്തി, യു വിൽ ഫീൽ ഹെൽത്തി. മൈറ്റ് ബി ചില ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് കിട്ടും, ഐ എം ഹെൽത്തി എന്ന്. പക്ഷെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ അടിച്ചു പോയിട്ടുണ്ടെന്ന് ദൈവം തമ്മിൽ അറിയാം. വർക്കൗട്ട് ചെയ്ത് കുറെ കൂടെ ഹെൽത്ത് സെറ്റ് ആക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ കൂടെ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ജോലി സമയം, ജോലിയുടെ സ്വഭാവം, ഭക്ഷണ രീതി ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ഏറ്റവും ബെറ്റർ ആക്കി എങ്ങനെയാണ് എന്നുള്ളത്? ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കണമെങ്കിൽ ഇപ്പൊ ഒരാളുടെ എന്ന് പറയുന്നത് നമുക്കിപ്പോ അഫ്സലിന്റെ ഒരു കേസ് എടുക്കാം. അഫ്സൽ ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് അറ്റ് മോർണിംഗ് എത്ര മണിക്കാണ് വർക്ക് ചെയ്യുക? നമുക്ക് അങ്ങനെ ഒരു ഇതെടുക്കുമ്പോൾ 10 to 6 ജോബ് എടുക്കുന്ന ഒരാളാണ്. 10 to 6 ജോബ് എടുക്കുന്ന ആള് 6 o'clock ശേഷം നിങ്ങൾ എത്ര മണിക്കാണ് നിങ്ങൾ ലാസ്റ്റ് ഡിന്നർ കഴിക്കുന്നത്? അത് നിലവിൽ ടൈം ആൻഡ് ലിമിറ്റ് ഒന്നുമില്ല. ടൈം ലിമിറ്റ് ഒന്നുമില്ല. ചില സമയത്ത് നമ്മൾ പറ്റുമെങ്കിൽ ഏർലി ഡിന്നർ കഴിക്കാൻ നോക്കുക. അപ്പൊ ഏർലി ഡിന്നർ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏർലി സ്ലീപ്പ് ആയിരിക്കും. ഇതൊക്കെ മറ്റേ റിപ്പിൾ എഫക്ട് പോലെയാണ്. ഏർലി ഡിന്നർ ആയാൽ ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത ഡിന്നർ വേണ്ടി, ഏർലി ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി 12-1 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിന്നറും കൂടി അവിടെയാണ് ഒരു ചായ കൂടി ഉണ്ട്. നമുക്കൊക്കെ ചായ കുടിയാ. ആ സമയത്താണ് ഒരു ചായ കുടിക്കാൻ പോയാലോ, അതൊന്നും കുഴപ്പമില്ല. ഇതൊന്നും അല്ല പ്രശ്നം. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ആദ്യമായി ഫിറ്റ്നസ് ചെയ്യുന്ന, ഞാൻ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാള് ഫസ്റ്റ് ചെയ്യേണ്ടത് അടുത്തൊരു 3-4 ദിവസം ഇരുന്നിട്ട് വെറുതെ എഴുതുക. ഞാൻ രാവിലെ എണീക്കുന്ന ഈ സമയത്ത് ഇത്ര വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വായിക്കും, ഓ ഇത് തന്നെ മാറ്റി എന്റെ പകുതി പ്രശ്നങ്ങൾ അല്ലെ? ആലോചിച്ച് നിങ്ങൾ വെറുതെ ഒന്ന് ഇരുന്നിട്ട് വെറുതെ ഒന്ന് എഴുതി നോക്ക്. നിങ്ങൾ രാവിലെ മുതൽ ഇപ്പൊ നിങ്ങളെ വർക്ക് ടൈമിൽ ഇനിയിപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം 5 മണിക്ക് 6 മണിക്ക് കഴിച്ചിരിക്കുന്നത്, 6 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം, അല്ലെ? അപ്പൊ എന്താ പിന്നെ പ്ലാനേ ഇല്ല, അതിനെ കുറിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ 6 മണിയാകുമ്പോഴത്തേന് 6 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ബോഡി ഒരു സ്റ്റാർവേഷൻ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ണും മൂക്കിലാണ് നമ്മൾ തിന്നത്. ഇതൊക്കെ ഒരു ഡോമിനോസിനെ മറ്റേ തട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന മൈതാണ്. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് വെള്ളം കുടിക്കുക. അപ്പൊ പലരും പറയും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയെടുക്കുന്നത്? ഒരു കമ്പനിയും ഒരു ജോലിയും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടോ? സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, നിങ്ങൾക്ക് സമയത്തിന് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇങ്ങനെ തിരിഞ്ഞിട്ട് വെള്ളം കുടിക്കാനാണ്. സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഉണ്ടാക്കണം. നാളെ മറ്റന്നാള് ഇതേ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലും കൂടുതൽ കാശുകൾ ചെലവാക്കും. നമ്മൾ എഫേർട്ട് ആൻഡ് ടൈം കൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അത് ഈ വെള്ളം കുടിക്കാന്ന് പറയുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രാക്ട് ചെയ്യാം. അതായത് ഏത് തരത്തിലുള്ള വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അതിന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പൊ ഈ വർക്കൗട്ട് സെൽഫ് വർക്കൗട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ജിമ്മിന് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അതിന്റെ എത്ര സമയം മുമ്പ് വെള്ളം കുടിക്കണം, അതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാമോ, അതിന് ശേഷം എങ്ങനെ കുടിക്കണം? വെള്ളം കുടിക്കുന്നത് നമ്മൾ പറ്റാവുന്ന അത്രയും എല്ലാ ഇപ്പൊ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പോലും വർക്കൗട്ടിന്റെ ഇടയിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് ന്യൂട്രീഷനും വർക്കൗട്ടും ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹൈഡ്രേഷനും സ്ലീപ്പും ആരെങ്കിലും കാര്യമായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? അത് ഒട്ടും ഡിസ്കഷനിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് അവർക്ക് വെക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് ആർക്കും വെക്കാൻ പറ്റില്ല. സ്ലീപ്പ് ആരെങ്കിലും വിറ്റിട്ട് കേട്ടിട്ടുണ്ടോ? സ്ലീപ്പ് എനേബിൾ ചെയ്യുന്ന ആപ്പുകൾ വിറ്റിട്ടുണ്ടാവും. സ്ലീപ്പ് വെക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട മാർക്കറ്റ് കിടക്കുന്ന അപ്പുറത്താണ്. അപ്പൊ സ്ലീപ്പ് അവർക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? പല ആളുകളും സംസാരിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്
നന്നായി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഹെൽത്ത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് മാനസികാരോഗ്യം കൂടെ അതിന് കൃത്യമായ റിസൾട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ കുറെ മെന്റലി കൂടെ ഓക്കെ ആവുന്നുണ്ട് എന്നത്, അല്ലെങ്കിൽ ഒരു മെന്റൽ പ്ലഷർ കിട്ടുന്നുണ്ട് എന്നത് എത്രത്തോളം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം എന്നുള്ളത്? മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു ഹാർട്ട് ബ്രേക്ക് വന്നപ്പം എല്ലാവരും ചെയ്യുന്നു പറഞ്ഞു, ഒരു ഹാർട്ട് ബ്രേക്ക് വന്നപ്പം കയറിയതാണ് ജിമ്മും വർക്കൗട്ടും എന്ന രീതിയിൽ. ബിക്കോസ് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, വർക്കൗട്ട് തന്നെ ചെയ്ത് എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കൊണ്ട് മൈൻഡ് സെറ്റാക്കാന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ നേരെ മറിച്ച് അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഡിപ്രഷൻ അങ്ങനത്തെ ഫേസസ് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പോയി പറയാണ്, നീ പോയി ജിമ്മിൽ പോയി 4 കട്ട നോക്കി കഴിഞ്ഞാൽ, നോ, യു നീഡ് ടു സീക്ക് ഹെൽപ്പ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ ഒരു ഫേസ് ഞാൻ കടന്നു പോയതാണ്, ഡിപ്രഷൻ്റെ ഒരു ഫേസ് കടന്നു പോയത്. ആ സമയത്തും ഈ സെയിം കാര്യം തന്നെയാണ് ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ളത്. ബിക്കോസ് നമുക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. അല്ലാതെ എല്ലാവർക്കും ഒരേ സൊല്യൂഷൻ അല്ല, എല്ലാത്തിനും ഒരേ സൊല്യൂഷൻ അല്ല. ബിക്കോസ് നിങ്ങൾ ജിമ്മിൽ പോയാൽ മതി, നീ നിന്റെ 4 ഫ്രണ്ട്സിനോട് സംസാരം ചെയ്യണോ, അതിന് സ്പെസിഫിക്കലി ആൾക്കാരുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ മെന്റൽ ഹെൽത്ത് ഇസ് വെരി എക്സ്പെൻസീവ്. അത് ആൾക്കാർക്ക് അവൈലബിലിറ്റി കുറവാണ്, ബിക്കോസ് ശരിക്കും ആക്സസ് കുറവാണ്, ആൻഡ് ഓൾസോ വെരി എക്സ്പെൻസീവ്. തെറപ്പി എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനം. ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്, ഹൗ ക്യാൻ സമ്മൺ, ഒക്കെ നല്ലൊരു തെറപ്പിസ്റ്റിനെ കിട്ടണമെങ്കിൽ യു ഹാവ് ടു പേ സോ മച്ച്. പുറത്തൊക്കെ ഇറ്റ്സ് അൺബിലീവബിളി എക്സ്പെൻസീവ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പറ്റില്ല. കൺസിസ്റ്റൻസി എന്നുള്ളത്, കാരണം ആളുകൾ ഒരു പീരീഡിൽ ജിമ്മിൽ പോകാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കും, പിന്നീട് അതിന്റെ റിസൾട്ട് കിട്ടാതാവുമ്പോൾ നിർത്തും, ഒന്നാകെ പരിപാടിയെ ശരിയല്ല എന്നുള്ള രൂപത്തിലേക്ക് ഒരു മൈൻഡ് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം 1 വർഷമായിട്ടും നമ്മൾ പുറത്ത് കാണുന്ന, നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ വിസിബിലിറ്റി എന്നുണ്ടല്ലോ, ആളുകളുടെ കാഴ്ചക്ക് മറ്റൊരാളുടെ ബോഡി പോലെ, അതല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ എനിക്കും കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇതിന്റെ പ്രധാനപ്പെട്ട മാറ്റർ അല്ലേ? കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഋത്തിക് റോഷന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഋത്തിക് റോഷൻ തടി കൂടിയെടുത്തുനിന്ന് കുറഞ്ഞൊരു 6 months കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വന്നതിന്റെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആമിർ ഖാന്റെ മറ്റേ ദംഗലിലെ വീഡിയോ, 6 months ട്രാൻസ്ഫോർമേഷൻ, 9 months ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആമിർ ഖാൻ. ആമിർ ഖാൻ അതിന്റെ മുമ്പ് 10-25 കൊല്ലമായി വർക്കൗട്ട് ചെയ്യുന്നു. ഋത്തിക് റോഷൻ ആയ കാലം മുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നത് പോലെ ഈ 9 months കൊണ്ടല്ല ഇവർ ഉണ്ടാക്കി, ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ മസിൽ വോളിയം അവിടെ ഉണ്ട്, അത് പോയിട്ടില്ല എവിടെ. ഇപ്പൊ ജോൺ അബ്രാമിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കാജു കട്ട്ലി എന്നുള്ള സ്വീറ്റ് 26 വർഷമായിട്ടോ 25 വർഷമായിട്ടോ കഴിച്ചിട്ട് തന്നെ അല്ല. അമ്മമാരുടെ ഡിസിപ്ലിൻ ഒന്നും എനിക്കില്ല, പക്ഷെ അങ്ങനെയും ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ കമ്പാരിസൺ വരുന്നത് ഇങ്ങനത്തെ ആൾക്കാരായിട്ടാവുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കുക, ഞാൻ ഒരു വർഷം മുമ്പ് എനിക്കൊരു പുഷപ്പ് അടിക്കാൻ പറ്റുമായിരുന്നു, ഇന്ന് ഞാൻ എത്ര അടിക്കുന്നുണ്ട്. ദർ ആർ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഫോർ യു ടു ചെക്ക്. എല്ലാവരും മെഷറിംഗ് ടേപ്പും വെയിങ് മെഷീനും വെച്ചിട്ട് നിങ്ങളെ ഫിറ്റ്നസ് അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? ട്രെഡ്മില്ലിൽ ഞാൻ പണ്ട് ഒരു മണിക്കൂർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാള്, അല്ലെങ്കിൽ 10 minute പോലും ലാസ്റ്റ് ചെയ്യാത്ത ഒരാള് ഈ കഴിഞ്ഞൊരു കൊല്ലം കൊണ്ട് 1 hour ഫുട്ബോൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു പാരാമീറ്റർ ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള മെയിൻ പാരാമീറ്റർ ഇസ് വെയിറ്റ് കുറഞ്ഞു, മെഷർമെന്റ് കുറഞ്ഞു ഇല്ലേ, ദെൻ യു ആർ ഡൂയിങ് സംതിങ് റോങ്. ഒരു ക്ലയന്റ് നമുക്ക് ഇപ്പം വന്നൊരു ക്ലയന്റ് ഇതേമാതിരി ഒരു ഹൈക്കിങ്ങിന് പോയിട്ട് അവര് ഇതൊരു ഹൈ മൗണ്ടൻ കവർ ചെയ്ത് തിരിച്ചു വന്നിട്ടും ഷീഡിങ് പാന്റ്, അതായത് ശ്വാസം മുട്ടിലോ അതല്ല, അപ്പോഴാണ് ഷീ അണ്ടർസ്റ്റുഡ്, ഈ വർക്ക്ഔട്ട് ചെയ്തതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെയും വരുന്നുണ്ട്. യെസ്, ബോഡി ട്രാൻസ്ഫോർമേഷനെ കാട്ടിയും കൂടുതൽ യു വിൽ ഹാവ് എ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ടുവേർഡ്സ് യുവർ ഫിറ്റ്നസ് ഗോൾസ്. അത് മാറും. ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തന്നെ ഇപ്പൊ ഭക്ഷണ രീതി പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ജങ്ക് ഫുഡ് എന്നുള്ളത് നമ്മുടെ എല്ലാ കവലകളിലും ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ജങ്ക് ഫുഡ് ഇത്ര ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മുടെ വർക്കൗട്ടും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഇതെങ്ങനെയാണ് ഇതൊരു കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ്? ആരാണ് ഫുഡിനെ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തത്? ഞാൻ ഇപ്പൊ ജങ്ക് ഫുഡ്, നമ്മൾ ജങ്ക് ഫുഡിൽ കേൾക്കുന്ന ഒരു വലിയൊരു സാധനമാണ് ബർഗേഴ്സ് അല്ലെ. ബർഗർ നമ്മൾ എടുക്കുക, എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡീകൺസ്ട്രക്ട് ചെയ്യാം, അതായത് പൊളിച്ചു പണിയാം. ബർഗറിലെ ബണ്ണ് അൺഹെൽത്തി ആണോ?
അതിനുള്ളിലുള്ള പാറ്റി അത് ഫ്രൈഡ് ആവാം ഗ്രിൽഡ് ആവാം. അത് പാറ്റി ഗ്രിൽഡ് ആണെങ്കിൽ അത് അൺഹെൽത്തി അല്ല, ആണോ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ അതിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നത് വെജീസ് ആണ്, ആണോ? അതെപ്പോഴാണ് അൺഹെൽത്തി ആയത്? അതിന്റെ മുകളിൽ ഇടുന്ന ചീസിന്റെ പാറ്റി അത് അത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് ചീസ് ആണോ ഇടുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ഈറ്റ്, ഹൗ മച്ച് യു ഈറ്റ്, ദ ക്വാണ്ടിറ്റി മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഒരാൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ചോക്ലേറ്റിന് ഒരു പീസ് തിന്നണം, അവൻ ആ ഒരു ചോക്ലേറ്റിന്റെ പീസ് തിന്നു കഴിച്ചിട്ട് അവന്റെ മൊത്തത്തിലുള്ള മറ്റേ ചേഞ്ചസിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നത്. നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിന്റെ രീതിയിൽ വേണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പൊ അൺഹെൽത്തി ഹെൽത്തി അല്ല പ്രശ്നം, ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഇസ് ദ പ്രോബ്ലം. ഇതോടൊപ്പം തന്നെ മധുരവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഡിസ്കഷനും ഡിബേറ്റും നടക്കുന്ന ഒരു കാര്യമാണ്. വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാള് മധുരം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. ഇല്ല, മധുരത്തിന്റെ അല്ല, ഷുഗർ അഡിക്റ്റീവ് ആണ്. എനിത്തിങ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് അഡിക്റ്റീവ്. അപ്പം എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കഫീൻ അഡിക്റ്റ് എന്ന് പറയും. ചില ആൾക്കാർക്ക് കോഫി കുടിച്ചാലൊന്നും ഓണാവുള്ളൂ അല്ലെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് അഡിക്ഷൻ ഇസ് ദ പ്രോബ്ലം. ഷുഗർ ഇസ് വെരി അഡിക്റ്റീവ്. നമ്മളത് ഒഴിവാക്കി കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ അഡിക്ഷൻ മനസ്സിലാക്കുക. ഒരു 2 ആഴ്ച ഷുഗർ ഒഴിവാക്കി വെക്കുക, എന്നിട്ട് വെറുതെ ഒരു കട്ടൻ ചായയിൽ ഒരു ½ സ്പൂൺ ഷുഗർ ഇട്ട് വെക്കുക. ചിലത് കുടിക്കാൻ പറ്റില്ല, ഭയങ്കര മധുരം ഫീൽ ചെയ്യും. നീട് കുറഞ്ഞു എന്നുള്ളത് കൂടെ അല്ലേ? നമ്മൾ ചായന്റെ ടേസ്റ്റ് അറിയുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഷുഗറിന്റെ ടേസ്റ്റ് ആണ് അറിയുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ ആ ചായന്ന് ഷുഗർ എടുത്ത് മാറ്റി വെച്ച് വെറുതെ കുടിച്ചു വയ്ക്കണം. അത് വിചാരിച്ചിട്ട് ഷുഗറിനെ വില്ലനാക്കൊന്നല്ല ചെയ്യുന്നത്. പക്ഷേ യൂഷ്വലി സംഭവിക്കുന്നത് ഷുഗർ ഭയങ്കര അഡിക്റ്റീവ് ആണ്. നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ്, ഷുഗർ ഇടാതെ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഷുഗർ ഇട്ട് കുടിച്ചു നോക്കും. കുറച്ച് കാലം അത് ബോഡിക്ക് മനസ്സിലാണെങ്കിൽ കുറച്ച് കാലം അത് ചെയ്യണം, ഇല്ലാതെ ചെയ്ത് നോക്കണം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഷുഗർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഷുഗർ കട്ട് ചെയ്ത സമയത്ത് ഇതേപോലെ പിന്നീട് ഷുഗർ ചെറിയ ഷുഗർ കയറുന്നതിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യും. അതാണ് ഡിഫറൻസ്. അപ്പം ഷുഗറിന്റെ ക്വാണ്ടിറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഷുഗർ നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല. അഡിക്ഷന്റെ ചിപ്സ്, എപ്പോഴെങ്കിലും ഒരു പാക്കറ്റ് ചിപ്സ് പൊട്ടിച്ച് നിങ്ങൾ ഒറ്റ തോന്നിട്ടുണ്ടോ? പറ്റൂല. ഈസി ആക്സസിൽ കിടക്കുന്ന കാര്യമാണ് ഇപ്പോൾ അൽഫാമു, മന്തി പോലെയുള്ള ഏറ്റവും അറബിക് ഫുഡ്സ് എന്നുള്ളത്. ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റ് വെക്കണമല്ലോ. എങ്ങനെയാണ് കാറ്റഗറി തിരിക്കുക എന്നുള്ളത്. അൽഫാമും മന്തിന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിൽ അൽഫാം നമ്മള് ചോറിന് സാമ്പാർ തരുന്നവരാണ് അൽഫാമിന് മയോണൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് അൽഫാം ചിക്കൻ, ഇറ്റ്സ് എ ഗ്രിൽഡ് ചിക്കൻ. മറ്റേത് റൈസാണ്. ഇഫ് ദ ക്വാണ്ടിറ്റി ഈസ് റൈറ്റ് ദർ ഇസ് നോ പ്രോബ്ലം. ഇത് ഭയങ്കര ടേസ്റ്റ് ആകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ക്വാണ്ടിറ്റി പോകും. പിന്നെ മിക്ക സമയത്ത് നമ്മൾ കഴിക്കപ്പെടാ രാത്രി നമ്മൾ വിശന്ന് കൊട്ടല് കത്തി കഴിയുമ്പോഴാണ് നമ്മൾ പോയി കഴിക്കുക. അപ്പൊ പിന്നെ കണ്ണും മൂക്കുണ്ടാവില്ല. നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ വിൽ ബി ഹയർ. ബിക്കോസ് നമ്മളെ ബോഡി ഹങ്കർ സ്റ്റേജിലേക്ക് പോകും, സ്റ്റാർവേഷൻ സ്റ്റേജിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ നിന്ന് സിഗ്നൽ കൊടുക്കുന്നത്, അതായത് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വയർ ഓൾമോസ്റ്റ് ഓക്കെ ഫുള്ളായി. നമ്മളെ ഖുറാനിൽ തന്നെ ഉണ്ട് 1/3 ഭക്ഷണം കഴിക്കുമ്പോൾ 1/3 നമ്മൾ വെള്ളം കുടിക്കണം, 1/3 നമ്മൾ എയർ ആക്കി വിടണം എന്നുള്ളത്. രാത്രി അൽഫാം വന്നു കഴിഞ്ഞാൽ 1/3 പോയിട്ട് 3/3 മന്തി കുത്തി നിറയ്ക്കും. അതിന്റെ മുകളിൽ വേണമെങ്കിൽ മയോണൈസ് ഒന്ന് തേക്കാൻ പറ്റും. അതാണ് ചെയ്യാറ്. ഒരു കോളയും കൂടി അതിന്റെ കോള ഡൈജഷൻ ആണ്. അത് കോള മസ്റ്റ്. കോള കുടിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ കറക്റ്റ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മളെ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അൽഫാമിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ഫുഡിനെയും മറ്റേ ഈ അൺഹെൽതി അല്ല, ഹെൽത്തി അൺഹെൽത്തി അത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ട്രെയിനേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ചെയ്യുന്ന ദിസ് ഇസ് ഹെൽത്തി അൺഹെൽത്തി. എങ്ങനെ? പ്രോസസ്ഡ് ഫുഡ്, ഇപ്പൊ ചിപ്സ് കാര്യങ്ങള്. ഇപ്പം ചിപ്സിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, എപ്പോഴെങ്കിലും ചിപ്സിന്റെ ബാക്ക് എടുത്തിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ചിപ്സിന്റെ ബാക്കിലെടുത്ത് വായിച്ചു നോക്കിയാൽ സോൾട്ട്, ഷുഗർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു മിക്സാണ്. ഈ മിക്സ് എന്താണത് എങ്ങനെയാ വെച്ചാൽ നമ്മളത് ഫസ്റ്റ് ചിപ്സ് വായിടുമ്പോൾ തന്നെ
നമ്മുടെ വായിലുള്ള എല്ലാ ടേസ്റ്റ് ബഡ്സും നമ്മുടെ ടങ്ങിലുള്ള ഡിഫറെന്റ് സൈഡിലെ ടേസ്റ്റ് ബഡ്സ് എല്ലാ ടേസ്റ്റ് ബഡ്സിനെയും ഒരൊറ്റ കൊണ്ടുപോലെ നേരെ എന്ത് സാധനം ഫുൾ ഒറ്റയടിക്ക് നമ്മളെ വായിലൊരു ബോംബ് ഇടുന്ന മാതിരിയാണ്. അതിന്ന് പിന്നെ എന്നാ പിന്നെ ഇത് കുറച്ചും കൂടി കിട്ടുമോ, അങ്ങനെയാണ് നമ്മുടെ ചിപ്സിന്റെ കൺസംഷൻ. നമുക്ക് വൺ സിംഗിൾ ചിപ്സ് എന്നിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. കഴിയില്ല എന്നുള്ളതല്ലേ? കഴിയാത്തതിന്റെ കാരണം ദേ ഹാവ് സയന്റിഫിക്കലി മെയ്ഡ് എ പ്രോഡക്റ്റ് വിച്ച് ഇസ് സോ അഡിക്റ്റീവ്. എല്ലാം ലൈക് യു സീ നമ്മളെ അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യമില്ല, അതായത് ഒരാള് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നന്നാവണം എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യണം? ആദ്യം പോയിട്ട് നിങ്ങൾ ഭക്ഷണം മേടിക്കാൻ പോലെ ഫുഡ് പുറത്തുനിന്ന് മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോസറി പോകുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്ന് തിരിച്ചു പിടിക്കുക, എന്നിട്ട് അതിന്റെ മുകളിലെ കോണ്ടന്റ് വായിക്കുക. റിയൽ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് റിയൽ ഫ്രൂട്ട് ജ്യൂസ് അല്ല. റിയൽ എന്ന് പറഞ്ഞത് കമ്പനിയുടെ പേരാണ്, അത് ഫ്രൂട്ട് ജ്യൂസിന്റെ ആ കമ്പനിയുടെ പേരാണ്, റിയൽ ഫ്രൂട്ട് ജ്യൂസ് അല്ല. നിങ്ങൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഫ്രണ്ടിൽ കാണിക്കുന്നത് അവര് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കിൽ കാണിക്കുന്നത് നിങ്ങൾ ആക്ച്വലി കാണാതിരിക്കാൻ ശ്രദ്ധിച്ചോ. മാർക്കറ്റ് ചെയ്യേണ്ട സാധനം ഒരു വലുതാക്കി എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ കാണരുതെന്ന് വേണ്ട സാധനങ്ങൾ ചെറുതാക്കി ഇനി അങ്ങോട്ടേക്ക് വല്ല മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കേണ്ടി വരും. വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? ബിക്കോസ് അവർക്ക് എന്തുകൊണ്ട് ബാക്കത്തെ സാധനം ഫ്രണ്ടിൽ എഴുതി കൂടാ? ചെയ്യല്ല, ചെയ്താ കംപ്ലീറ്റ് പോയില്ലേ. ഏത് എന്താണ് അൾട്രാ സ്ലിം ബിസ്ക്കറ്റ്സ് ആസ്ട്രിക്സ് അടിയിൽ കൊടുത്തിട്ടുണ്ടോ? എവറിഥിങ്. ആൾക്കാർ വായിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ ശരിയാക്കാൻ തീരുമാനിച്ച ഒരാള് സ്വന്തമായി ഒരു വർക്ക് ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ തുടങ്ങുന്ന സമയത്ത് ആളുടെ പ്രിക്കോഷൻസ് എങ്ങനെയായിരിക്കണം? കാരണം എത്ര സമയം ചെയ്തു തുടങ്ങണം, പിന്നെ ഇതിന്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ്? ഒരു പേഴ്സണൽ ട്രെയിനിങ് പുറത്തൊന്നും ആശ്രയിക്കാതെ സ്വന്തമായി ഒരാൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, സ്വന്തമായി ഒരാൾ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് 2020 ശേഷം സ്വന്തമായി വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് ഇതിലും നല്ലൊരു സമയമില്ല. ബിക്കോസ് നിങ്ങളൊരു ഏതൊരു യൂട്യൂബിൽ ഒരു ചാനൽ എടുത്ത് നോക്കിയാലും ഇഷ്ടം പോലെ വർക്കൗട്ട് ഫ്രെയിം. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഫോം കറക്റ്റാണ്. അവിടെയാണ് നിങ്ങളൊരു പേഴ്സണൽ ട്രെയിനർ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ വർക്കൗട്ട് ചെയ്ത് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ ചിലപ്പോൾ സുഹൃത്തിന് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റും. അതിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഫോം കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങളെ പകുതി മുക്കാൽ പ്രശ്നം സോൾവ് ആണ്. വീട്ടിലോ ഫ്ലാറ്റിലോ ഒക്കെ ഒരു ചെറിയൊരു വർക്കൗട്ടിൽ ചെറിയ സ്പേസ് ഉള്ള ഒരാളാണെങ്കിൽ ആള് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും വർക്കൗട്ടിൽ ഇല്ല, അതല്ലെങ്കിൽ ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ തുടങ്ങുമ്പോൾ ആൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ് എങ്ങനെയാണ്? ഇതിന്റെ ഒരു കാറ്റഗറി ഉണ്ടാവില്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ വെക്കണം? ഒന്നും ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങാം. അതായത് നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ചില ആൾക്കാർക്ക് നടക്കാൻ ഇഷ്ടമായിരിക്കും, നടന്നു തുടങ്ങും. ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് നടന്നു തുടങ്ങി നമുക്ക് തോന്നുമല്ലോ നമ്മളൊരു അരമണിക്കൂർ നടന്നു, ഈ നടക്കുന്നതിന് നമുക്ക് സ്പീഡ് കൂട്ടാം. അത് സ്പീഡ് കൂട്ടി നമുക്ക് ഓടാൻ തുടങ്ങിയതിന് കൂടെ തന്നെ നമുക്ക് ബോഡിക്കുള്ള സ്ട്രെച്ചസ് കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാർക്ക് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും, ഒരു പുതിയ സ്പോർട്ട് കളിക്കാൻ ഇഷ്ടമാണ്, സ്പോർട്ട് കളിക്കാം. എനിത്തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു മൂവ്. അത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പകുതി ചൂസ്. ഇപ്പൊ എക്യുപ്മെന്റ്സ് ഒന്നും സൗകര്യങ്ങൾ ഇല്ലാത്ത, മെഷീൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ കാർഡിയോ പോലെ ഏറ്റവും ബേസിക് ആയി ആൾക്ക് ചെയ്തു തുടങ്ങാവുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത്? ഒരു പെയർ ഡംബലുമായിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത്. ആ ഒരു പെയർ ഡംബൽ വെച്ചിട്ടുണ്ട് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡംബൽ വേണോ, ഡംബൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പം റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള റബ്ബർ ബാൻഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടും നിങ്ങൾക്ക് സെയിം എഫക്റ്റ് കിട്ടും. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ബോഡി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫോം കറക്റ്റ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോം കറക്റ്റ് ആയിട്ട് നോക്കിയാലേ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ. ബിക്കോസ് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വുഡ് സജസ്റ്റ് ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുത്താൽ നന്നാവും. ബിക്കോസ് നമ്മൾ ഏർലിയർ ഏജസിൽ നമ്മൾ പഠിക്കുന്നത് പോലെയല്ല, ഒരു 40 above ഒക്കെ ആവുമ്പോൾ നമ്മൾ പുതുതായി എന്തെങ്കിലും ഒരു സാധനം പഠിക്കുമ്പോൾ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് നമ്മുടെ മസിൽ മെമ്മറിയിൽ കുറെ കാര്യങ്ങൾ ഓൾറെഡി സ്റ്റോർഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി ഫോം കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. വർക്കൗട്ടിന്റെ സമയം ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുന്നത്? പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, മറ്റേ ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ നാളെ ഇറക്കും. അങ്ങനെയുള്ള 30 minutes to 45 minutes. 45 minutes is a really good workout. 1 hour is okay.
1 hour മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അവരുടെ ഗോൾസ് ഉണ്ടാവും. ചില ആൾക്കാരുടെ ഇപ്പം ഞാൻ മാരത്തോൺ റൺ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും 1 മണിക്കൂറിൽ മാരത്തോൺ ഓടി തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 minutes 45 minutes ഇഫ് യു ക്യാൻ ഡു ദാറ്റ് ഇസ് ഗുഡ്. 1 hour വരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 5-10 minutes. ഇപ്പൊ 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാ 5 മിനിറ്റോ 10 മിനിറ്റോ ആയാലും കുഴപ്പമില്ല, ഇപ്പം സ്റ്റാർട്ട് ചെയ്യുക. അത് ഇതിൽ തന്നെ രാവിലെയാണോ വൈകിട്ടാണോ എന്നുള്ളത് പലപ്പോഴും ഡിസ്കഷൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഫ്രഷ്നെസ് ആയിട്ട് രാവിലെ ചെയ്യുന്നതും അതുപോലെ കുറെ ഹെക്റ്റിക്കായി ആ ഡേയിലുള്ള എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു വന്ന് പിന്നീട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളും കാണാറുണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യണം? അത് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ചില ആൾക്കാർക്ക് രാവിലെ വർക്കൗട്ട് ചെയ്താൽ ഫുൾ ഓണാവും. ചില ആൾക്കാർക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ രാവിലെ വർക്കൗട്ട് ചെയ്ത് രാവിലെ ഉറങ്ങി എണീച്ച് വരാം. ചില ആൾക്കാർ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാളോട് ഞാൻ രാവിലെ വരാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നമാണ്. നേരെ മറിച്ച് ഹൈ സ്ട്രെസ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് 2 ഡമ്പർ, ജിന്നസിന്റെ മറ്റേ പടത്തിൽ പറഞ്ഞ 2 പപ്പടം കാച്ച 2 ഡമ്പർ എടുത്തിട്ട് 2 വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വലിയ സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ചില ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ബിക്കോസ് എനിക്ക് വർക്കിന്റെ രാവിലെയും വർക്കുണ്ട്, ഈവനിങ് വർക്കുണ്ട്. അപ്പോൾ ദ ഫ്രീ ടൈം ദാറ്റ് ഐ ഗെറ്റ് വെനെവർ യുവർ എനർജി ലെവൽ ഇസ് ദ ഹയസ്റ്റ്, ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ ഒരാള് ഒരു സെൽഫ് വർക്കൗട്ടിങ് ആണെങ്കിൽ അയാൾ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെയാണ്. ഇതുണ്ടാക്കി വെക്കുന്ന അപകടവും ചെറുതല്ലല്ലോ. അല്ലല്ല, ബിക്കോസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഫോമോ കാര്യങ്ങളോ ചെയ്യാതെ പിന്നെ അത്രയും കുറെ മിസ്ഇൻഫർമേഷൻസ് നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പറയും നിങ്ങൾ ബീഫ് മാത്രം തിന്ന് ജീവിച്ചാൽ മതി, മറ്റാൾ പറയും നിങ്ങൾ 3 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അസുഖം, കിഡ്നി അടിച്ചു പോകും, പിന്നെ ഇത് തിന്നാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല. ഇത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഞാൻ ഡെയിലി ഇരുന്ന് തുറന്ന് നോക്കും, ഞാൻ വിചാരിക്കും ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് വരെ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പൊ മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഇൻഡസ്ട്രികളിൽ എനിക്ക് തന്നെ കൺഫ്യൂസിങ് ആയി വരുമ്പോ ഒരു സാധാരണക്കാരൻ ആരെ വിശ്വസിക്കും? അല്ലേ? സാധാരണക്കാരൻ എന്താ കാണുക? ആദ്യം നോക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഇവന് 150 ഫോളോവേഴ്സ്, 150K ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 500 ഫോളോവേഴ്സ്, 500K ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, അപ്പൊ ഇവൻ പറയുന്ന പോലെ ചെയ്യാം. എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻസും അവരുടേതായ ഐഡിയാസും ഉണ്ട്. അതാണ് അവരവിടെ സോഷ്യൽ മീഡിയ പറയാൻ നോക്കുന്നത്. എന്നാൽ റിസർച്ച് പേപ്പേഴ്സ് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, സയന്റിഫിക്കലി പ്രൂവൺ ആണോ? ഇറ്റ്സ് ഓൾ ബ്രോ സയൻസ്. ബ്രോ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആളോട് ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു സയൻസ് ബിഹൈൻഡ് ഇറ്റ്. വയറ് കുറക്കുക എന്നുള്ളത് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വലി കാണുന്ന സമയത്ത് വയർ എന്നുള്ളത് പല ആളുകളുടെയും പ്രധാനപ്പെട്ട ടെൻഷനാണ്. നമുക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. ഇതിൽ തന്നെ പല ആളുകളും ജിമ്മിന് പോകാൻ ആഗ്രഹിക്കുന്നതിൽ വർക്കൗട്ട് തുടങ്ങുന്നത് തന്നെ വയറ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മറ്റൊരു ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 വർഷം ജിമ്മിൽ പോയ ആൾക്ക് പലപ്പോഴും ഇത് വയറ് കുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വയറ് കുറക്കുക എന്നുള്ള വലിയൊരു കടമ്പയാണല്ലോ, അതെങ്ങനെയാണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത്? വൺ സിംഗിൾ സൊല്യൂഷൻ ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക. വയറ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് കുടവയർ ഉണ്ടാവാം. അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാവാം, ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം, ചില ആൾക്കാർക്ക് ബിയർ കുടിച്ചിട്ടാവാം. അങ്ങനെ പല കാരണങ്ങളാൽ കുടവയറുള്ളതാവാം. അപ്പം കുടവയർ കുറയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫുഡ് ഇൻടേക്ക് റൈറ്റ് ആണോ നോക്കണം. മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നത് അവരുടെ ഡെസ്ക് ജോബ്, ഓഫീസിൽ ഇരുന്നിട്ടുള്ള വർക്കിൽ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ വരുന്നത് കൊണ്ടും അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിലുള്ള ചില ആൾക്കാർ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വയറ് കൂടാൻ ചാൻസ്. ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബിക്കോസ് സ്ട്രെസ് വന്നതാണ് അവരുടെ സൊല്യൂഷൻ ഇസ് ഈറ്റിംഗ്. അതൊരു ടൈപ്പ് ഓഫ് ഈറ്റിംഗ്. ബ്രേക്ക് എടുക്കാന്ന ചില ആൾക്കാർക്ക് സിഗരറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി സ്ട്രെസ് വന്ന ഭക്ഷണം കഴിച്ചാൽ ഹാപ്പിയാണ്. അപ്പോൾ എപ്പോഴും സ്ട്രെസ് ആണെങ്കിൽ എന്തായി, എപ്പോഴും ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ഓരോ ആൾക്കാര് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയും. എല്ലാ ആൾക്കാരുടെയും കോപ്പിംഗ് മെക്കാനിസം ഡിഫറെന്റ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം സ്ട്രെസ് വരുമ്പോൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് അവരെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്. ചില ആൾക്കാർ സിഗരറ്റിൽ കാണും, ചില ആൾക്കാർ കള്ളിൽ കാണും, ചില ആൾക്കാർ ഫുഡിൽ കാണും, ചില ആൾക്കാർ ജിമ്മിൽ കാണും.
അപ്പം ഈ ജിമ്മിൽ സ്ട്രെസ് ബസ്റ്ററായി കാണുന്നവരാണ് ഈ പോയിട്ട് പറയുന്നത് ജിമ്മിൽ പോയ നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നു. അതെ, ഈ വർക്കൗട്ട് പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്ക് തന്നെ ആളുടെ ലൈഫ് ഹാബിറ്റിൽ പുകവലി, മദ്യപാനം പോലെയുള്ള ഡ്രഗ്സ് ഒരു സൈഡിലുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് വളരെ കൃത്യമായി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വർക്കൗട്ടിന് പോകാറുണ്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോകാറുണ്ട് എന്നുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ടിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്? നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. പുകവലി, മദ്യപാനം, ഡ്രഗ്സ് എല്ലാം നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ബിക്കോസ് ദാറ്റ് വിൽ ചേഞ്ച്. അപ്പം കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസിൽ ചേഞ്ചസ് വരും. അതേപോലെ തന്നെ നിങ്ങൾ അത് എന്ത് രീതിയിൽ, എത്ര രീതിയിൽ ഇതൊക്കെ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ പോലെ ഇരിക്കും. അത് എഫക്ട് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയില്ല അത് എഫക്ട് ചെയ്യുന്നത്. ഇതൊരു അഡിക്ഷൻ ആണല്ലോ. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബിക്കം എൻ അഡിക്ഷൻ. കുറച്ച് കഴിഞ്ഞാൽ ആ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യു വെരി മച്ച് ഇൻ യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഉറക്കം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കാരണം സ്ലീപ്പ് ഇല്ലാതെ ജോലി ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷെ റിസൾട്ടിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെയാണ് പ്രശ്നം പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഉറക്കം എന്നുള്ള എത്രത്തോളം ഇതിന്റെ ഒരു ബേസിക് നീഡാണ്? ഉറക്കവും വെള്ളവും വളരെ വലിയ ബേസിക് നീഡാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പിരമിഡ് സ്ട്രക്ചർ ഇടുകയാണെങ്കിൽ ഉറക്കവും വെള്ളവും കഴിഞ്ഞിട്ടാണ് വർക്കൗട്ടും ന്യൂട്രീഷനും വരിക. അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പ്രായോഗിക്കണം. ബിക്കോസ് നമ്മൾ ഏർലിയർ സ്റ്റേജസ് 20s, ടീനിലും 20sലും നമുക്ക് ഉറക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ലേറ്റ് നൈറ്റ് വരെ ഇരിക്കും, രാവിലെ നേരത്തെ എണീക്കും. പക്ഷെ ഒരു സ്റ്റേജ് 30, 40 പറയില്ല, തന്തവൈബായി എന്ന് പറയാനുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ലീപ്പ് വിൽ ബി അവർ പ്രയോറിറ്റി. ബിക്കോസ് ബോഡിക്ക് റിക്കവറിക്ക് വേണ്ടി സ്ലീപ്പ് അത്യാവശ്യമാണ്. അത് മനസ്സിലാക്കി തുടങ്ങേണ്ട ഒരു സമയമാണ്. ഈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ ഒരു ഭക്ഷണ രീതിയും അയാളുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ജിമ്മിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ടറോ അതല്ലെങ്കിൽ ട്രെയിനറോ ആളുടെ ഒരു ബോഡിക്ക് അനുസരിച്ചുള്ള ഒരു മെത്തേഡ് വേറെ കൊടുക്കുന്നത്. അപ്പൊ ഈ ന്യൂട്രീഷൻ അതല്ലെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡറിന്റെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഏരിയയാണ്. പ്രോട്ടീൻ പൗഡർ പറ്റുമെന്നും പറ്റില്ല എന്നുള്ള ഡിസ്കഷൻ ഡോക്ടേഴ്സും ട്രെയിനേഴ്സും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം, ഇതുപോലെ പൗഡറുകൾ, ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത്? പ്രോട്ടീൻ പൗഡർ, ആദ്യം ആൾക്കാർ പ്രോട്ടീൻ പൗഡർ സ്റ്റെറോയിഡ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റണം. ബിക്കോസ് പ്രോട്ടീൻ പൗഡർ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ, ഫാദറിനും മദറിനൊക്കെ ബോഡിയിലേക്ക് കഴിക്കുന്ന ഫുഡിൽ നിന്ന് പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റായി കിട്ടാത്തതിനെ കൊണ്ട് പ്രോട്ടീൻ പൗഡർ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോട് സംസാരിച്ചാൽ അവർ പ്രോട്ടീൻ പൗഡറിന്റെ എതിരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രോട്ടീൻ പൗഡർ അല്ല പ്രശ്നം, ക്വാളിറ്റി ഓഫ് ദ പ്രോട്ടീൻ പൗഡർ ഇസ് എ പ്രോബ്ലം. ബിക്കോസ് ഇന്ത്യൻ ബ്രാൻഡ്സ് അത്രത്തോളം ആ ക്വാളിറ്റിയിൽ നന്നായി വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം കുറെ നല്ല നല്ല ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻ പൗഡർ നല്ലതാണെന്നുണ്ടെങ്കിൽ യു കെൻ യൂസ് ഇറ്റ്. അതിലൊരു പ്രശ്നമില്ല. പക്ഷേ ഈ വർക്കൗട്ട് അനുസരിച്ച് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു നമ്പർ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇപ്പോൾ ഒരു 50 കിലോ ആണെങ്കിൽ 50 കിലോ ഉള്ള ഒരാൾക്ക് 1 gram 1.2 grams ഓഫ് പ്രോട്ടീൻ. 1.2 എന്ന് പറഞ്ഞാൽ 50 gram എന്ന് പറയുമ്പോൾ 50 കിലോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 100 കിലോ ഓടിക്കും. 100 കിലോ 1.2 grams എന്ന് പറഞ്ഞാൽ 120 grams ഓഫ് പ്രോട്ടീൻ നിങ്ങളുടെ ബോഡിയിൽ വേണം. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ 1.5 grams ഇൻടു യുവർ ബോഡി വെയിറ്റ്. ഇതൊരു ബേസ് ലെവൽ കാൽക്കുലേഷൻ ആണ്. നാളെ ഇത് ഇങ്ങനെ എല്ലാ കാൽക്കുലേഷൻ ഞാനൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന രീതിയിൽ 1 gram ഇതിന് പിന്നെ നാളെ സയന്റിഫിക് സ്റ്റഡി നമ്മൾ താഴത്ത് വരും കമന്റ്. ഓക്കെ, ജിമ്മിൽ പോയ ശേഷം ഹൃദ്രോഗം വരുന്നതും അതുപോലെ ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നതുമായ അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നതുമായ വാർത്തകൾ വളരെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഏരിയയാണ്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളത്? പല റീസൺസ് ഇല്ലേ. ഈ നേരത്തെ പറഞ്ഞ ആള് പ്രോപ്പറായിട്ട് ഉറങ്ങാതെ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്തതിന് ജിമ്മിനെ കുറ്റം പറഞ്ഞ കാര്യമാണ്. യൂഷ്വലി അത് സംഭവിക്കുന്നത് ആള് മരിച്ചത് ജിമ്മിലാണ്. അതായത് ഇപ്പോൾ ആളൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചു, ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ ആള് മരിച്ചു. റെസ്റ്റോറൻറ്റിനാണോ നമ്മൾ കുറ്റം പറയാം? അല്ലല്ലോ. ആള് മരിച്ചതിനൊരു കാരണം ഉണ്ടാവും. ഹാർട്ട് അറ്റാക്ക് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ ആ റെസ്റ്റോറൻറ്റ് കുറ്റം പറയൂ? ഇല്ലല്ലോ. പക്ഷെ നേരെ മറിച്ച് ജിമ്മിന്റെ കേസ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. ആള് പ്രോപ്പറായിട്ട് റിക്കവറി ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കാതെ നേരെ വന്ന് വർക്കൗട്ട് ചെയ്താവാം. അല്ലെങ്കിൽ ചിലപ്പം ട്രെയിനിങ് ചെയ്യുന്ന ട്രെയിനർ ചിലപ്പോൾ എക്സസീവായി ട്രെയിനിങ് ചെയ്യിപ്പിച്ചതാവാം. ഒരിക്കലും അതൊരു ജിമ്മിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അത് പല റീസൺസ് ആവാം. അത് റീസൺസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എത്ര ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അടിയിൽ എനിക്കൊക്കെ അത് ആ റീല് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനെക്കാട്ടി നല്ലത് ഭക്ഷണം കഴിച്ച് മരിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞു വെരി ഗുഡ് ഐഡിയ. അവിടെ നോർമൽ ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ നമ്മൾ കൗണ്ട് വെച്ച് പറയാം. ആള് ഇത്ര സമയം വർക്കൗട്ട് ചെയ്യുകയും ഇത്ര സമയം ഭക്ഷണം അല്ലെങ്കിൽ ഇത്ര കൗണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതും ഇത്ര സമയം ഉറങ്ങണം എന്നുള്ളതൊക്കെ ഒരാളുടെ പാറ്റേൺ അയാൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു ബേസ് ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 6 to 8 hours ഓഫ് സ്ലീപ്പ് കിട്ടിയാൽ നല്ലതാണ്. 3 liters ഓഫ് വാട്ടർ, 3 to 4 വരെ പോകാം. ഇപ്പോൾ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുടിക്കുന്നത് നല്ലതാണ്. 3 liters കുടിക്കാൻ നോക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ വർക്കൗട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാളാണ്. ഇപ്പോൾ ബിഗിനർ ലെവലിലുള്ള ഒരാളാണെങ്കിൽ സ്ലീപ്പ് എന്തായാലും ആൾക്കൊരു പ്രശ്നമായിരിക്കില്ല. വാട്ടർ ഇൻടേക്ക് 2 ലിറ്ററിന് മുകളിൽ കുടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ വർക്കൗട്ട് ഒരു 30 minute എങ്കിലും ഡെയിലി ചെയ്യാൻ നോക്കുക. ഇത് ചെയ്താൽ തന്നെ കുറേ ആൾക്കാരുടെ നമ്മൾ പ്രായം കൂടുന്ന സമയത്ത് നമുക്ക് എന്താണ് ലോസ് ആവുന്നത് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ പ്രായം കൂടുന്നുണ്ട്, ഒരു 30, 40 വയസ്സ്, 50 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബിലിറ്റിയാണ്. അതായത് ഡേ ടു ഡേ ഒരു ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ വന്നതിനെ ഒന്ന് പൊക്കിയെടുക്കാനുള്ള ഒരു എനർജി ഇല്ല, അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. അല്ലെങ്കിൽ നടക്കാൻ മുട്ടുവേദന, ആംഗിളിന് വേദന. ഇപ്പൊ മുട്ടുവേദനയൊക്കെ 30 വയസ്സിലും 28 വയസ്സിലും പിള്ളേരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അത് ബിക്കോസ് they are not working on their fitness. They are not working on ഇപ്പം ഒരു സ്പോർട്ട് കളിക്കുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വാം അപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. വാം അപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കൂൾ ഡൗൺ സ്ട്രെച്ചസ് അല്ലെങ്കിൽ ഫുട്ബോൾ കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പ്രശ്നം അല്ല, അത് പ്രശ്നമല്ലേ? ബിക്കോസ് നമ്മളെ ബോഡി അത്രയും ഹീറ്റഡ് അപ്പ് ആയിട്ട് പിന്നെ നേരെ നമ്മളൊരു വലിയൊരു മെറ്റൽ റോഡ് എടുക്കുക. ഒരു മെറ്റൽ റോഡ് എടുത്തിട്ട് അത് നന്നായി ചൂടാക്കുക. നന്നായി ചൂടാക്കിയിട്ട് നേരെ കൊണ്ടുപോയി ഒരു മറ്റേ ഫ്രീസറിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഐസിൽ കൊണ്ടുപോയിട്ട് നിറച്ച് എന്താ സംഭവിക്കുക? ആ മെറ്റൽ റോഡ് നല്ല മറ്റേ ബ്രിട്ടിലായിട്ട് അതിന്റെ കല്ല് പോലെയാവും. ഇങ്ങനെ അത് വളയ്ക്കാൻ നോക്കിയാൽ പൊട്ടും. നേരെ മറിച്ച് ഇതേ മെറ്റൽ റോഡ് നമ്മൾ മറ്റേ പുറത്തന്നെ വെച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് മാലിബിൾ ആണ്. അത് ബെൻഡ് ചെയ്യാൻ നോക്കിയാൽ സുഖമായിട്ട് ബെൻഡ് ആവും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇങ്ങനെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ കൂൾ ഡൗൺ സ്ട്രെച്ചസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്ട്രെച്ചസ് ചെയ്യാത്ത, വാം അപ്പും സ്ട്രെച്ചസും കൂൾ ഡൗണും ചെയ്യാതെ നമ്മൾ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് വീട്ടിൽ പോയാലുള്ള പ്രശ്നം. മസിൽ അവിടെ അങ്ങനെ നിൽക്കണം. അതായത് ഫിറ്റ്നസ് ഫീൽഡിലുള്ള പ്രധാനപ്പെട്ട ഒരു ഐക്കൺ എന്നത് ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. എല്ലാവരുടെയും മാർക്കറ്റിംഗ് മെറ്റീരിയലും ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് തന്നെയാണ്. ഒരു റാഹിബിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്താൽ ഈ ഒരു കോവിഡിനേഷനിലെ ഈ ഒരു കരിയറിന്റെ ഇടയിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ എക്സൈറ്റിംഗ് ആയ രൂപത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഏതെങ്കിലും ഒരു ക്യാരക്ടറുകളോ അല്ലെങ്കിൽ ഒരു ആളുകളൊക്കെ പറയുകയാണെങ്കിൽ? എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ആൾക്കാരുടെ മൈൻഡ് സെറ്റിലാണ് ചേഞ്ച് മൈ മെന്റാലിറ്റി ടുവേർഡ്സ് ഫിറ്റ്നസ്. ബിക്കോസ് പഹലിഷ കള്ളിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു എനിക്ക്. He was a state level boxer and national power lifter. ആൾക്കൊരു 12 വർഷം മുമ്പ് ഒരു ഇഞ്ചുറി കാരണം, അതായത് കാർ ആക്സിഡന്റ് കാരണം സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നതാണ്. എൻ്റെ ഫിറ്റ്നസ് കരിയറിൽ എൻ്റെ 3rd ക്ലയന്റ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം എൻ്റെ തുടങ്ങിയ സമയത്ത് 3rd ക്ലയന്റ് ആയിരുന്നു. എൻ്റെ മൈൻഡ് സെറ്റ് ടുവേർഡ്സ് ഫിറ്റ്നസ് അങ്ങേര് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റി. ബിക്കോസ് അവിടെ പാലിഷ എന്ന ആൾക്ക് ട്രാൻസ്ഫോർമേഷൻ അല്ല വേണ്ടത്. പാലിഷ എന്ന ആൾക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് 10 വർഷമായിട്ട് ബെഡ് റിഡൺ ആയിട്ട് അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരാളെ മൈൻഡ് സെറ്റ് വാസ് ഇൻസെയിൻലി ഗ്രേറ്റ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞ വിശ്വസിക്കില്ല, അന്ന് സ്കൈ ഡൈവിങ്ങിന് ഇത്ര കിലോന്റെ താഴെ ആയാലും സ്കൈ ഡൈവിങ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്കൈ ഡൈവിങ് ചെയ്യണം, അതിനുവേണ്ടി എൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യണം. ഐ വാസ് ഷോക്ക്ഡ് ടു ഗെറ്റ് എ ക്ലയന്റ് ലൈക്ക് ദാറ്റ്. അതൊക്കെയാണ് ഗോൾസ് എൻ്റെ മൈൻഡിൽ കേട്ടോ. സീ ദ മൈൻഡ് സെറ്റ്. അതായത് വീൽ ചെയറിലുള്ള ഒരാള് അവിടെ വീൽ ചെയറിൽ അല്ല, എനിക്ക് സ്കൈ ഡൈവിങ് ചെയ്യണം. ഐ വോണ്ട് ടു ഡു ദിസ്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രോസസ്? ഓക്കെ, ഇത്ര വെയിറ്റ് ആവണം, ഞാൻ ചെയ്യാം. ഈ കെയിം ടു മീ. നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ ഡിഡ് സ്കൈ ഡൈവിങ് ദുബായിൽ അവിടെ പോയി സ്കൈ ഡൈവിങ് ചെയ്ത് തിരിച്ചു വന്ന്. ആൻഡ് ഇപ്പോഴും 6 കൊല്ലം കഴിഞ്ഞു. ഈസ് എ റിയലി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് സ്റ്റിൽ ഈസ് വർക്കിംഗ് ഔട്ട് എവറി സിംഗിൾ ഡേ. ദാറ്റ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഫോർ മീ. ഞാനില്ലെങ്കിലും നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്ത ആൾക്കാർ ഇന്നും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഇസ് ദ ബെസ്റ്റ് അച്ചീവ്മെന്റ് ഐ കൻ ഗെറ്റ്.
ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം എഫക്ട്സുകളൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിൽ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം വർക്കൗട്ട് എന്നുള്ളത് പലപ്പോഴും വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയോ അതല്ലെങ്കിൽ വേണ്ട പരിഗണന കിട്ടാതിരിക്കുകയോ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഈ സമയം എന്നുള്ളത് പൂർണ്ണമായും കുഞ്ഞിനെ നോക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ള രൂപത്തിലേക്ക് ഒരു കട്ടിലേക്ക് അല്ലെങ്കിൽ മുറിയിലേക്ക് ചുരുങ്ങി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതാണ് പിന്നീട് ഇവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതും. ഇത് എത്രത്തോളം ഒരു ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്? ഭയങ്കരമായിട്ട് ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ പല ഐഡിയ ഉണ്ട്. ലേഹ്യം കൊടുക്കുക, അത് കൊടുക്കുക, ഇത് കൊടുക്കുക, നല്ല നെയ്യ് കൊടുക്കട്ടെ, എൻ്റെ കുട്ടി നന്നായി ഭംഗിയായി വരും. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ക്ലയന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ ബോഡിക്ക് കയറുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നന്നായി വർക്ക്ഔട്ട്. ഇപ്പം മാറിയിട്ടോ, മെന്റാലിറ്റി ആൾക്കാരുടെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ കുറെ ആൾക്കാർ നമുക്ക് പോസ്റ്റ്മോർട്ടം ഉള്ള ആൾക്കാർ സംസാരിക്കാൻ വരാനും നമ്മൾ ട്രെയിനിങ് എടുക്കാറുണ്ട്. ആ ഒരു സമ്പ്രദായം വന്നപ്പോൾ തന്നെ ഐ എം വെരി ഹാപ്പി. ബിക്കോസ് ഇവർ മൂവ് ചെയ്ത് നല്ല രീതിയിൽ ചെറിയ രീതിയിൽ മൂവ്മെന്റ് ഒക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ബോഡിയിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് വരും. അത് അവരുടെ പ്രഗ്നൻസിയിലും അവരെ ഹെൽപ്പ് ചെയ്യും. ഇത് പുറത്തുള്ള രാജ്യങ്ങളിൽ US-ലും UK-ലും ദുബായിലും ഇവരൊക്കെ എല്ലാവരും ചെയ്ത് കണ്ടതിന് ശേഷം ഇപ്പൊ ആൾക്കാർക്ക് സോൾഫിൽ അത് മനസ്സിലായി തുടങ്ങി. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് യൂഷ്വലി പോസ്റ്റ്മോർട്ടം വന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി ദേ വിൽ ഫീൽ വെരി ബാഡ്. എൻ്റെ ബോഡി പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടി, ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ചേഞ്ച് ദാറ്റ് ഇസ് ഹാപ്പനിങ് വിത്ത് ദർ ബോഡി. ആസ് മെൻ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അവരെത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് അവരുടെ ഒരു കൊല്ലമല്ല, അവരുടെ മൊത്തം ബോഡീനെയാണ് അവർ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് ഈ ഒരു ബർത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം അവർക്ക് കിട്ടേണ്ട പ്രോപ്പർ കെയർ കിട്ടാത്തതും ഒക്കെ ഇസ് അൺഫോർച്ചുനേറ്റ്ലി വെരി ബാഡ് ഫോർ ദം.